ഇസ്രായേലിന്റെ ലെബനനിലെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സീസ് ഫയർ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താണെന്നല്ലേ? അതിന്റെ വീഡിയോ ഫൂട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്തു തരാം. അതുപോലെ ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിന്റെ പല ടാങ്കേഴ്സും അതുപോലെ സോൾജേഴ്സിനെയും വധിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഒരു ഇസ്രായേലി തീവ്രവാദി, ഒരു പരമചെറ്റ, പാർഡൻ സോറി ഫോർ ദ ലാംഗ്വേജ്. പക്ഷേ ഞാനിപ്പോ വിളിച്ചത്, അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചതിന്റെ 3 ഇരട്ടി നിങ്ങൾ അവനെ വിളിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ എന്താണ് പറയുന്നതിന്റെ വീഡിയോ ഫൂട്ടേജ് ഞാൻ വെച്ചുതരാം. അതുപോലെ ഇവിടെ നിന്നും പലയിടത്തുനിന്നുമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇസ്രായേലി തീവ്രവാദികൾക്കെതിരെയാണ് പോരാടുന്നത്. സിറ്റിസൻസിനെ അല്ലെങ്കിൽ നോർമൽ പീപ്പിൾസിനെ ഒന്നും ചെയ്യുന്നില്ല, സിവിലിയൻസിനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരോട് ഞാനൊരു വീഡിയോ വെച്ചു തരാം. ഈ വീഡിയോയുടെ അവസാനം അത് കണ്ടിട്ട് വീണ്ടും നിങ്ങൾ ഇത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തന്നെ ലബനനിലേക്ക് പോകാം. നമുക്കറിയാം, സദേൺ ലബനനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇസ്രായേലി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഹെസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി, തീവ്രവാദത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഒരു ഫൂട്ടേജ് വന്നിട്ടുണ്ട്, വീഡിയോ, അതൊന്ന് കാണാം. അപ്പോൾ മനസ്സിലാവും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്. അതുപോലെ ഉടൻ തന്നെ സീസ് ഫയർ വരും, കാരണം അവരുടെ മിഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. We're here on the Qasimiya Bridge in southern Lebanon, which connects the northern part of Lebanon with the southern part of Lebanon, crossing over the Litani River. And you can see this huge ditch that's been dug into the earth where this bridge was. The river runs right under this bridge. It's one of the main bridges actually crossing over between northern and southern Lebanon. It connects Tyre to the city of Sidon and then later on to Beirut and the rest of the northern part of the country. This is a main thoroughfare here. It's very close to the coastline. You can see there in the edge, that's where the river runs. Now it's completely destroyed. This is the last remaining operational bridge crossing over the Litani River. This is a huge tactical strike in terms of basically cutting off all supply lines to anybody who's here in the south. Israel continues to say that it's targeting this kind of critical infrastructure in order to prevent Hezbollah from moving weapons and fighters and moving around in the country in general. We've got more jets in the sky, and now they're telling us to move out of this area. But what you're seeing here is the result of a systematic destruction of critical infrastructure here in Lebanon. The situation continues to escalate despite people here expecting some sort of break in the violence, but that's not come as soon as people would have liked. Currently, there are around 100,000 people here on the southern part of this river. Essentially, now they've been cut off from the rest of the country. It's going to make it extremely difficult for any kind of humanitarian aid to reach southern Lebanon. സദേൺ ലെബനനിലുള്ള കാസിമി ബ്രിഡ്ജിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വിഷ്വലിൽ കണ്ടിട്ടുള്ളത്. ഇസ്രായേലികൾ അടിച്ചു പൊളിച്ചിട്ടിട്ടുള്ളത്. 3-4 പോയിന്റ് പറയാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആദ്യം തന്നെ പറയാം. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് നോർത്തേൺ ലെബനനെയും സദേൺ ലെബനനെയും കണക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ബ്രിഡ്ജാണ്. കാരണം ബാക്കിയുള്ള ബ്രിഡ്ജൊക്കെ ഇവർ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഓൾറെഡി. അവസാനത്തെ ബ്രിഡ്ജാണിത്, അതും അവർ പൊളിച്ചു. അപ്പോൾ അതിനർത്ഥം നോർത്തേൺ ലെബനനും സദേൺ ലെബനനും തമ്മിലുള്ള കണക്ഷൻ പോയിന്റ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഈ ഒരു ബ്രിഡ്ജിന്റെ അടിയിലോട്ട് പോകുന്ന റിവർ ലിറ്റാനി റിവർ ആണ്. ഈ ലിറ്റാനി റിവർ എന്ന് പറയുന്നത് ഇസ്രായേൽ, അതായത് നെതന്യാഹു പറയുന്ന ഗ്രേറ്റർ ഇസ്രായേലിന്റെ ലബനനിലുള്ള ബോർഡർ ഏരിയ ആണ്. അതായത് ഗ്രേറ്റർ ഇസ്രായേലിന്റെ ബോർഡർ ആയിട്ട് ഇവർ കണക്കാക്കുന്ന ഒരു റിവറാണ് ലിറ്റാനി റിവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സീസ് ഫയർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ മിഷൻ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി അവർ ഇവരുടെ മിലിറ്ററി, ഇവരുടെ തീവ്രവാദി, ഇസ്രായേലി തീവ്രവാദികളെ അങ്ങ് അയച്ചുവിടും. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സദേൺ ലെബനനിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് നീഡ്സ് നോർത്തേൺ ലെബനനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം എല്ലാ ബ്രിഡ്ജും, അതായത് കണക്റ്റിംഗ് പോയിന്റ്സും ഒക്കെ ഈ പറയുന്ന തീവ്രവാദികൾ അടിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇൻഫ്രാസ്ട്രക്ചറിനെ ഹിറ്റ് ചെയ്യുന്നത് വാർ ക്രൈമാണ്. പിന്നെ ഇത് ഇസ്രായേലിനോട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിനേക്കാളും വലിയ വാർ ക്രൈംസ് ഒക്കെ അവർ ചെയ്തു കൂട്ടിയാണ്. അതുകൊണ്ട് ഇതൊന്നും അവർക്ക് വലിയ ഒത്തിരിയൊന്നല്ല. അതുകൊണ്ട് അക്കാര്യം വിടും. അതായത് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം അവർ വിചാരിച്ചിട്ടുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് അവർക്ക് എത്തിയിട്ടുണ്ട്. അതായത് അവരുടെ മിഷൻ 50% സക്സസ്ഫുൾ ആണ്. ഇനി അവരുടെ മിലിറ്ററി അങ്ങനെ അയച്ചു വിട്ടു കഴിഞ്ഞാൽ പരിപാടി തീരും.
ഇനി ഹിസ്ബുള്ളയുടെ റിപ്പോർട്ട് നോക്കാം. ഹിസ്ബുള്ള പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിന്റെ 4 ടാങ്കേഴ്സ്, അതായത് 4 ഇസ്രായേലി ടാങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സദേൺ ലെബനനെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് 42ഓളം സോൾജേഴ്സ്, ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊന്നിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അതുപോലെ 100 കണക്കിന് ഇസ്രായേലി സോൾജേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കാര്യം ഇസ്രായേലി വെരിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഒരിക്കലും വെരിഫൈ ചെയ്യില്ല ഇസ്രായേൽ. കാരണം ഇന്നലത്തെ ഒരു പ്രശ്നത്തിൽ ഒരു ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേലി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 13 പേരോ മറ്റാണ് ഇഞ്ചുറീസ് ആയിട്ടുണ്ട് എന്നുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞ കണക്ക് ഏതാണ്ട് ഓക്കെ ആവും. നല്ല അടി ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അവർ, അതായത് ഇസ്രായേലികൾ സദേൺ ലെബനൻ ഏകദേശം അവരുടെ കൈക്കലാക്കിയ പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ സദേൺ ലെബനനിലുള്ളത്. അടുത്തതായി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വൃത്തികെട്ട ഇസ്രായേലി സോൾജിയർ, അവൻ പറയുന്നത് കേൾക്കാം. Do you like Palestinian children? Yes. Does it make you feel good when you bomb a hospital? Really? Yes. You guys killed children in Lebanon, is that okay? Yeah, this is okay because in Hamas, What about the children, the babies? the babies is good to. Really, in Lebanon? Yes, in Lebanon, in Gaza, in Iran. Really? It's okay to kill babies in Iran? Yes, yes. It's And in okay. Gaza? Yes. And in Lebanon? Yes. You really believe that? Yes. Really? Have you ever killed any Palestinians? I. Have you ever killed any Palestinian children? I. How many? I don't know. You don't keep track? No, but I. But you've killed Palestinian Yes. children? Yes. ഈ പരനാറി പറയുന്നത് കേട്ടില്ലേ, ലെബനനിലെ, പാലസ്തീനിലെ, ഇറാനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് യാതൊരു പ്രശ്നവുമില്ല, കൊല്ലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാതൊരു കുറ്റബോധവും അവന്റെ മുഖത്ത് കണ്ടിട്ടില്ല. അവനോട് എത്ര പേരെ എന്ന് ചോദിച്ചപ്പോൾ ആ കണക്ക് അവനക്ക് അറിയില്ല. കാരണം അത്രയും പേരെ അവൻ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. ഇവരെ പോലത്തെ അവനൊക്കെയാണ് ഇവിടെ സമാധാനം കൊണ്ടുവരാൻ പോകുന്നു എന്ന് ചില പറയുന്നത്. ഇനി ഈ സമാധാനം കൊണ്ടുവരുന്നവരുടെ വേറൊരു കാര്യം, ഒരു വീഡിയോ ഒന്ന് കാണാം. להתקדם עד לפה. സദേൺ ലെബനനിലാണ്. സദേൺ ലെബനനിലെ വീടുകൾ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയും അവർ തീവ്രവാദികൾക്കെതിരെയാണ് പോരാടുന്നത്. ഏത്, ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊല്ലുന്നോ? അല്ല, ഇതേപോലെയുള്ള ബിൽഡിങ്സ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ അടിച്ചു തകർക്കുന്നോ? ഈ ഇസ്രായേലികൾ തൊടുന്നതൊക്കെ തീവ്രവാദമാണ്. ഈ ബിൽഡിങ്സ് ഒക്കെ തീവ്രവാദികൾക്കാണ്. അതുപോലെ അവർ കൊല്ലുന്ന ജേർണലിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ സിവിലിയൻസ് ആവട്ടെ, അവരൊക്കെ ഹെസ്ബുള്ളയാണ്. അങ്ങനെയാണല്ലോ ഇസ്രായേലികൾ പറഞ്ഞു വെക്കുന്നത്. ഇത് കൃത്യമായും ഇവരുടെ ഉദ്ദേശം, അതായത് സദേൺ ലെബനൻ പിടിച്ചെടുക്കുക, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ അടിച്ച് പൊളിച്ച് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ദേ ആർ ഗോയിങ് ടു മേക്ക് ദെയർ ഡ്രീം ദ ഗ്രേറ്റർ ഇസ്രായേൽ. അതവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.